ഇതെല്ലാം ഭയങ്കര പ്രീ പ്ലാൻഡ് കേട്ടോ ദൈവമക്കളെ. എവ്രിതിങ് ഈസ് പ്രീ പ്ലാൻ. നമുക്ക് ദൈവവചനത്തിലേക്ക് തിരിയാം. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർക്കും. നമ്മുടെ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം ഒരു വിടവാങ്ങൽ പ്രസംഗമാണ്, ഒരു ഫെയർവെൽ മെസ്സേജാണ്. കർത്താവ് ഈ ലോകത്തിൽ തൻ്റെ ശിഷ്യന്മാരോടൊത്ത് 3.5 വർഷം സഞ്ചരിച്ചു, ജീവിച്ചു, ഒരുപാട് അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിച്ചു. താൻ പോകുന്ന സമയം വന്നപ്പോൾ മടങ്ങിപ്പോകുന്നുവെന്ന് 13-ാം അധ്യായത്തിൽ അതിൻ്റെ 34-ാം വാക്യം 33 വാക്യം മുതലൊന്നും നോക്കിക്കേ. കുഞ്ഞുങ്ങളെ, ഞാനിനി കുറഞ്ഞോന്ന് മാത്രം നിങ്ങളോടുകൂടെ ഇരിക്കും, നിങ്ങൾ എന്നെ അന്വേഷിക്കും, ഞാൻ പോകുന്ന ഇടത്ത് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ യഹൂദന്മാരോട് പറഞ്ഞതുപോലെ ഇന്ന് നിങ്ങളോടും പറയുന്നു. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്നൊരു പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു ഫെയർവെല്ലായിട്ട് പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ താൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ശിഷ്യന്മാരുടെ മനസ്സ് വളരെ കലങ്ങി. അപ്പോൾ കർത്താവരുടെ കലക്കം മനസ്സിലാക്കി ആ കലക്കം മാറ്റുവാനുള്ള ചില മരുന്ന് അവിടെ നിർദ്ദേശിക്കുക. നമ്മുടെ എല്ലാവരുടെയും മനസ്സ് കലങ്ങാറുണ്ട്, ഹൃദയം കലങ്ങാറുണ്ട്. ഇവിടെ നമ്മുടെ മലയാളം ബൈബിളിലും ഇംഗ്ലീഷിലും ലെറ്റ് നോട്ട് യുവർ ഹാർട്ട് ബി ട്രബിൾ, ഹൃദയം കലങ്ങരുതെന്ന ഹിന്ദി ബൈബിളിൽ തെര മൻ വ്യാകുൽ നാഹോ എന്നാണ്, അല്ലേ? ടീക്കെ, മനസ്സ് കലങ്ങരുത് എന്നാണ് ഹിന്ദി ബൈബിൾ പറയുന്നത്. മനസ്സായാലും ഹൃദയമായാലും കലങ്ങാതിരിക്കുവാൻ നമ്മൾ എന്ത് ചെയ്യണം? ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 41 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചേ. ലൂക്കോസ്. കർത്താവ് അവളോട്, മാർത്തേ മാർത്തേ, മാർത്തേ മാർത്തേ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയുമിരിക്കുന്നു. അപ്പൊ മനം കലങ്ങാനുള്ള കാരണം എന്താ? വിചാരം. ഇല്ലാത്ത കാര്യങ്ങളെ ചൊല്ലിയൊക്കെ നമ്മളങ്ങ് പലതിനെ ചൊല്ലി വിചാരപ്പെടുക. പലതിനെ ചൊല്ലി വിചാരപ്പെട്ടിട്ട് അതിൻ്റെ ഫലമായിട്ട് മനം കലങ്ങും. മനസ്സിൽ കൂടെ കടന്നു പോകുന്ന ചിന്തകളാണ് നമ്മുടെ കലക്കത്തിന് കാരണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഒരു സാധാരണ മനുഷ്യൻ്റെ മനസ്സിലൂടെ ഒരു ദിവസം 75,000 ചിന്തകൾ കടന്നു പോകുന്നു എന്നാണ്. എങ്ങനെയുണ്ട്? 75,000, 75,000 ചിന്തകൾ ഒരു മനുഷ്യൻ്റെ മനസ്സിലൂടെ ശരാശരി ഒരു ദിവസം ഉണർന്നിരിക്കുന്ന 12 മണിക്കൂറാകാം, 14 മണിക്കൂറാകാം കടന്നു പോകും. ഇതിൽ അദ്ദേഹം പറയുന്നത് 75% ചിന്തകളും നെഗറ്റീവായിട്ടുള്ള ചിന്തകളാണ്. 25% പോസിറ്റീവായിട്ടുള്ള ചിന്തകളുള്ളൂ. അപ്പോൾ ഈ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ കൂടുതൽ നമ്മൾ താലോലിക്കുമ്പോൾ അവയെ ചില ആളുകളെ വീണ്ടും വീണ്ടും ആവർത്തിച്ചതിനെ പറ്റി ചിന്തിക്കും. ഇപ്പം അടുത്ത ആഴ്ച താൻ പറഞ്ഞു, അടുത്ത ആഴ്ച പൊങ്കാല അല്ലേ, ആറ്റുകാൽ പൊങ്കാല. അപ്പം ഇനിയിപ്പോൾ പൊങ്കാലയെ പറ്റിയായിരിക്കും ചിന്ത. അടുത്ത ആഴ്ച പൊങ്കാലയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ഒരുപാട് നമ്മുടെ മനസ്സ് കലങ്ങുവാനിടയായി ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഈ മനസ്സിനെ
ശിഷ്യന്മാരുടെ മനസ്സിൻ്റെ കലക്കം കർത്താവ് മനസ്സിലാക്കി. ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിനെ വായിച്ചറിയുന്നവനാണ് നമ്മുടെ കർത്താവ്. നമ്മൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തർ. ഇറ്റ്സ് വാട്ട് യു തിങ്ക് ഇസ് വാട്ട് യു ആർ. നമ്മളുടെ ചിന്തകളാണ് നമ്മെ നാം ആക്കി തീർക്കുന്നത്. നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിച്ചാൽ നിശ്ചയമായും നമ്മൾ നെഗറ്റീവായിട്ട് സംസാരിക്കും, നെഗറ്റീവായിട്ട് പ്രവർത്തിക്കും. അപ്പോൾ പോസിറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കണം. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം കൂടുതലായിട്ട് നമ്മൾ വായിക്കുകയും അത് നമ്മുടെ മനസ്സിലും ഹൃദയത്തിലും സംഗ്രഹിക്കുകയും ചെയ്യേണ്ടത് ആവശ്യകത എന്താ? നമ്മുടെ മനസ്സിനെ ഈ വചനം കൊണ്ട് നമ്മൾ നിയന്ത്രിക്കണം. മനസ്സിലാകുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട്, ഞാൻ ഈ വാർത്തകളും ഒന്നും ഒരുപാട് കാണാറില്ല. വളരെ റെയറായിട്ട് ഒരു 5 മിനിറ്റോ വല്ലതും നോക്കിയെങ്കിലും ഉള്ളൂ. ആരെങ്കിലും പറയുന്നതൊക്കെ ചില ആളുകളുണ്ട്, രാവിലെ എഴുന്നേറ്റാൽ ഉടനെ ഫേസ്ബുക്കിൽ വെക്കണം. ഫേസ്ബുക്കിൽ ആരംഭിക്കരുത്. യു പുട്ട് യുവർ ഫേസ് ഇൻ ദ ബുക്ക് എന്ന് പറയുന്നത് ഏതാ? ദിസ് ഈസ് ദ ബുക്ക്. അപ്പം അങ്ങനെ അതുകൊണ്ടാണ് കൊലോസ്യർ പൗലോസ് പറയുന്നുണ്ട്, ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി നിങ്ങളിൽ വസിക്കട്ടെ. വായിച്ചിട്ടുണ്ടോ ആ വാക്യം? ഐശ്വര്യമായി ക്രിസ്തുവിൻ്റെ വചനം നമ്മളിൽ വസിക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ നമുക്ക് വളരെ എളുപ്പത്തിൽ നിയന്ത്രിക്കുവാനായിട്ട് കഴിയും. പലരുടെയും ആരോഗ്യമില്ലാത്ത ശരീരത്തിന് കാരണം എന്താണെന്നറിയോ? ഈ പതറുന്ന മനസ്സാണ്. സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി. പലരുടെയും ശാരീരിക രോഗത്തിൻ്റെ കാരണം നെഗറ്റീവായി പല ചിന്തകൾ താലോലിക്കുന്നത് കൊണ്ടാണ്. ഞാൻ പറയുന്നതല്ല, സൈക്കാട്രിസ്റ്റുകൾ പറയുന്നതാണ്. അപ്പോൾ അതിനെ എങ്ങനെ നിയന്ത്രിക്കാം? ഇവിടെ പാസ്റ്റർ സാം ആരംഭത്തിൽ പറഞ്ഞല്ലോ, ഇച്ചിരി വെള്ളം തരാം. റോമാലേഖനം 12-ാം അധ്യായത്തിലെ ഒരു വാക്യം അദ്ദേഹം വായിച്ചു. എന്താ പറഞ്ഞത്? സഹോദരന്മാരുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കും. പിന്നെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും ഉണ്ടോ? അപ്പൊ മനസ്സും ശരീരവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം. മനസ്സും ശരീരവുമായി അഭേദ്യമായ ബന്ധമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇനി മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ഓക്കെ, മനസ്സിനെ എങ്ങനെ പുതുക്കാം? പറ, എന്തുകൊണ്ട് പുതുക്കാം? ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ ഈ ഡ്രസ്സ് വല്ലാതെ നാറൊന്ന് പോയി നനയ്ക്കണേ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് നനയ്ക്കാം? സോപ്പും വെള്ളവും ഉപയോഗിച്ച്. സിമ്പിൾ. എന്ന് പറഞ്ഞ പോലെ മനസ്സിനെ എങ്ങനെ പുതുക്കും? വചനത്താലും പരിശുദ്ധാത്മാവിനാലും. പരിശുദ്ധാത്മാവ് വചനം ഉപയോഗിച്ച് മനസ്സിനെ പുതുക്കുമ്പോൾ ശരീരം ആരോഗ്യമുള്ളതായിത്തീരും. ദാറ്റ്സ് വെരി സിമ്പിൾ, വെരി സിമ്പിൾ. മനസ്സ് പുതുക്കുന്നൊക്കെ പലരും പറയും. പക്ഷേ ഇത് എങ്ങനെ പുതുക്കണമെന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും ദൈവം വായിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? 1 മണിക്കൂർ മൊബൈൽ നോക്കുന്നവരുണ്ടോന്ന് കൈ പൊക്കിക്കേ. പൊക്കിയ നാണക്കേടാ. 1 മണിക്കൂറിലധികം മൊബൈൽ ബ്രൗസ് ചെയ്യും. 15 മിനിറ്റ് ബൈബിൾ വായിക്കും. ഈ കാണുന്ന മൊബൈലിൽ നമ്മൾ കാണുന്നതും ഇതെല്ലാം നമ്മുടെ മനസ്സിലേക്കാണ് പോകുന്നത്. അത് നമ്മുടെ മനസ്സിനെ ആ കൺഫ്യൂഷനിലാക്കും കേട്ടോ. അപ്പം വചനം നമ്മൾ വളരെ ധാരാളമായിട്ട് നമ്മൾ വചനം പാരായണം ചെയ്യണം, വചനം ഭക്ഷിക്കണം. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അത്. ഏത് സഭയെന്ന് വ്യത്യാസമില്ല,
വചനത്താൽ നമ്മൾ നമ്മുടെ മനസ്സ് പൂരിതമാക്കണം. ഹല്ലേലൂയ, സ്തോത്രം. അതാണ് വിശ്വാസമായി നമ്മളിൽ പരിണമിക്കേണ്ടത്. വചനമാണ്. എബ്രായ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്, കേട്ട വചനം അവർക്ക് ഉപകാരപ്രദമായി വന്നില്ല. കാരണം എന്താ? നാലാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം ഒന്ന് വായിച്ചേ. അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവർ ആകുന്നു. എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായ കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. എന്താ ഉപകാരമായി വരാൻ കാര്യം? ഈ വചനമാണ് വിശ്വാസമായി പരിണമിക്കേണ്ടത്. Praise the Lord. Matter can be converted into energy. E equals mc². പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഇവിടെ എഞ്ചിനീയറിംഗ് കോളേജ് പഠിപ്പിച്ചവരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എവിടെയാ? എവിടെ ഇരിക്കുന്നു? ഓക്കെ, മുമ്പിൽ തന്നെ ഇരിപ്പുണ്ട്. E equals mc². എന്തുവാ? വാട്ട് ഈസ് E? E is energy. M എന്തുവാ? മാസ്. C എന്തുവാ? സ്പീഡ് ഓഫ് ലൈറ്റ്. E equals mc² എന്ന് പറയുന്നത് 20-ാം നൂറ്റാണ്ടിൽ എനർജി എങ്ങനെ ഒരു വലിയ കണ്ടുപിടുത്തം, ലോകത്തിൻ്റെ ചരിത്ര ശാസ്ത്രഗതിയെ മാറ്റിയൊരു വലിയ കുതിച്ചു ചാട്ടം. E equals mc². അപ്പം മാറ്റർ ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു എനർജി എങ്കിൽ ദൈവവചനത്തെ എത്രയധികം എനർജിയാക്കി മാറ്റിയുവാൻ നമുക്ക് കഴിയും. അതാണ് ബൈബിൾ പറഞ്ഞത്. ഈ കേൾക്കുന്ന വചനമൊക്കെ നമുക്ക് ഉപകാരമായി തീരാത്തത് അതിനൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കാത്തതുകൊണ്ടാണ്. ആ വചനത്തെ നമ്മൾ വിശ്വസിക്കായ്ക കൊണ്ട് അവർക്കത് ഉപകാരപ്രദമായി വന്നില്ല. അപ്പോൾ കേൾക്ക വചനമെല്ലാം നമ്മുടെ ഹൃദയത്തിൽ. ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 8-ാം അധ്യായത്തിൽ കർത്താവ് വിതയ്ക്കുന്നതിന് ഉപമയിൽ ഒരു നല്ല വാക്യം പറഞ്ഞിട്ടുണ്ട്. അതെല്ലാവരും ഒന്ന് അണ്ടർലൈൻ ചെയ്യണം, ചെയ്തിട്ടില്ലെങ്കിൽ. സ്തോത്രം. 8-ാം അധ്യായത്തിലാണ് കർത്താവ് പറഞ്ഞത്. 14-ാം വാക്യം, മുള്ളിനിടയിൽ വീണതോ 15 വായിച്ചാൽ മതി. 15, നല്ല മണ്ണിലുള്ളതോ വചനം കേട്ട് ഗുണമുള്ള നല്ല ഹൃദയത്തിൽ സംഗ്രഹിച്ച് എന്ന് പറയാ സൂക്ഷിക്കുക. ഗുണമുള്ള നല്ല ഒരു ചെടി വളരണമെങ്കിൽ നല്ല വിത്തും വേണം, നല്ല മണ്ണും വേണം. ഗുണമുള്ള നല്ല ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയും വേണം. ക്ഷമയോടെ ഫലം കൊടുക്കുന്നവർ തന്നെ. കണ്ടോ? അപ്പോൾ ഫലം കൊടുക്കാത്തൊരു കാരണം എന്തൊക്കെയാ? ഗുണമുള്ള നല്ല ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് പറഞ്ഞ് നമുക്ക് വേഗം സമയം പോകുന്നതുകൊണ്ട് 14-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. അപ്പം നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ മനസ്സിനെ കലങ്ങാതെ സൂക്ഷിക്കണമെങ്കിൽ എന്തു ചെയ്യണം എന്നുള്ളൊരു സ്റ്റഡി ഞാൻ തരാൻ പോകും. അതാരും മറക്കരുത്. നമ്പർ 1, കർത്താവ് പറഞ്ഞു, എന്തോ? ഞാൻ സ്ഥലമൊരുക്കുവാൻ പോകുന്നു. കർത്താവ് എന്തിനാ പോകുന്നത്? സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ വരാൻ ശ്രമിക്കാം എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ പാസ്റ്റർ സാഹിബിനോട് ചോദിക്കുക ഇനി എന്നാ വരുമെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റുമോ? വന്നെങ്കിൽ വരാം എന്നല്ലാതെ. പക്ഷെ കർത്താവോട് പറഞ്ഞതെന്നറിയോ? ഇംഗ്ലീഷ് ബൈബിൾ, ഐ വിൽ കം അഗെയിൻ. സ്തോത്രം പറഞ്ഞ ദൈവത്തിന്. ഹല്ലേലൂയ. വളരെ ഡെഫിനിറ്റായിട്ട്, അല്ലെങ്കിൽ അതിങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യണമായിരുന്നു, ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ നിശ്ചയമായും മടങ്ങി വരും. ഐ വിൽ കം അഗെയിൻ. ഒന്നാമത്, നമ്മുടെ മനസ്സിനെ കലങ്ങുമ്പോൾ, നമ്മുടെ ഹൃദയത്തിൽ കലക്കമുണ്ടാകുമ്പോൾ അതിൻ്റെ മറുമരുന്നൊന്ന് നാം ചിന്തിക്കേണ്ടത് എൻ്റെ കർത്താവ് മടങ്ങി വരും എന്നുള്ളത്.
ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് കർത്താവ് ഇത്രയും താമസിക്കുന്നത്? ഈ ഒരുക്കുന്ന സ്ഥലം വളരെ മനോഹരമായ സ്ഥലമാണ്. അതൊരുക്കുവാൻ ഒരുപാട് സമയം വേണം. ഹല്ലേലൂയ. ഒരു വിശുദ്ധ നഗരം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുക. ആ നഗരത്തിൻ്റെ കാഴ്ച ദൈവം യോഹന്നാന് കാണിച്ചു കൊടുത്തു. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിലേക്ക് നിങ്ങൾക്കൊന്ന് തിരിയാമെങ്കിൽ, പത്മോസ് ദ്വീപിലായിരുന്ന യോഹന്നാന് ഈ ഈ വിശുദ്ധ നഗരത്തിൻ്റെ കാഴ്ച ദൈവം കാണിച്ചു കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. 21-ാം അധ്യായത്തിൽ 21-22 അധ്യായത്തിൽ 3 പ്രാവശ്യം വിശുദ്ധ നഗരത്തെ പറ്റി പറയുന്നുണ്ട്. 1-ാം വാക്യം മുതലൊന്ന് വായിച്ചേ. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനി ഇല്ല. ഈ ശാസ്ത്രജ്ഞന്മാർ ഇന്ന് പറയുന്നത് നാം വസിക്കുന്ന ഈ ഭൂമി അധിവാസ യോഗ്യം അല്ലാതായി തീർന്നുകൊണ്ടിരിക്കുന്നു എന്ന്. ഓക്സിജൻ കുറയുന്നു, കാലാവസ്ഥയിൽ വളരെ ഗണ്യമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഭയങ്കരമായ സ്നോഫോൾ അമേരിക്കയിൽ ഉണ്ടാകുന്നു. വടിക്കണക്കിന് 6-7 അടി സ്നോ വീഴുന്നു. ഒരിക്കലും ഇല്ലാത്ത വിധത്തിലുള്ളതായ സ്നോ, ഒരിക്കലും ഇല്ലാത്ത വിധത്തിലുള്ള ചൂട്, മനുഷ്യന് ജീവിക്കുവാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ലോകത്തിലുണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഓക്സിജന്റെ അളവ് കുറയുന്നു. മറുവശത്ത് ധാർമ്മികമായി വളരെ വളരെ അധപ്പതനം സംഭവിക്കുന്നു. തമ്മിൽ സ്നേഹിക്കേണ്ട മനുഷ്യൻ വെറുക്കുകയും വെട്ടിക്കൊല്ലുകയും ചെയ്യുന്നു. എല്ലാ വിധത്തിലും ഈ ഭൂമിയിൽ അധികം ജീവിക്കാൻ നമുക്ക് സാധിക്കത്തില്ല. എന്നാൽ ഒരു പുതിയ ഭൂമി നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം കർത്താവിനായി അലങ്കരിച്ചിരിക്കുന്ന മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നതും ഞാൻ കണ്ടു. ഇനി 10-ാം വാക്യത്തിൽ വീണ്ടും വിശുദ്ധ നഗരം എന്ന് പറയുന്നുണ്ട്. അവൻ എന്നെ ആത്മവിശുദ്ധയിൽ ഉയർന്ന ഒരു വൻമലയിൽ കൊണ്ടുപോയി യെരൂശലേം എന്ന വിശുദ്ധ നഗരം, വിശുദ്ധന്മാർക്ക് താമസിക്കാനുള്ള. ഞാൻ ലോകത്തിൽ ഒരുപാട് രാജ്യങ്ങളിൽ, വലിയ ന്യൂയോർക്കിലും ജർമ്മനിയിൽ ഒരുപാട് രാജ്യങ്ങൾ, ഒരുപാട് ഹോങ്കോങ്, സിംഗപ്പൂർ, സ്വീഡൻ, ഡെൻമാർക്ക് എന്നിവ ഒരുപാട് രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. ഇതൊക്കെ വലിയ നഗരമാണെങ്കിലും വിശുദ്ധ നഗരമല്ല. ന്യൂയോർക്ക് ഒരു ഭയങ്കര നഗരമാണ്. പക്ഷേ ന്യൂയോർക്ക് എന്ന വിശുദ്ധ നഗരം എന്ന് പറയാൻ നോക്കൂ. ഏറ്റവും അശുദ്ധ നഗരങ്ങളാണ് ഇവയൊക്കെ. ഏറ്റവും വൃത്തികെട്ട നഗരങ്ങളാണ്. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്നത് വിശുദ്ധ നഗരമാണ്. അവിടെയാണ് നമുക്ക് ദൈവം അളവ് നൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു, എനിക്ക് നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു. ദൈവത്തിനൊന്ന് സ്തോത്രം പറയാമോ? ഹല്ലേലൂയ. ആ വിശുദ്ധ നഗരത്തിലാണ് ദൈവം നമ്മെ പാർപ്പിക്കുവാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. വീണ്ടും നമുക്ക് 22-ാം അധ്യായത്തിലും ആ നഗരത്തെ പറ്റി പറയുന്നുണ്ട്. 19-ാം വാക്യം. ഈ പ്രവചനത്തിലെ ഈ പ്രവചന പുസ്തകത്തിലെ വചനത്തിൽ നിന്ന് ആരെങ്കിലും വല്ലതും നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും. അപ്പൊ വിശുദ്ധ നഗരം നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുക. അത് സമയം വളരെ 21-ാം അധ്യായത്തിൽ തന്നെ നോക്കിയാൽ അതിൻ്റെ അളവുകൾ പറയുന്നുണ്ട്. അതിൻ്റെ മതിലുകൾ എങ്ങനെയാണ് പണിയപ്പെട്ടിരിക്കുന്നത്. 9-ാം വാക്യം 10-ാം വാക്യം. അവൻ എന്നെ ആത്മവിശുദ്ധയിൽ ഉയർന്ന ഒരു വൻമലയിൽ കൊണ്ടുപോയി. അതിൻ്റെ 11-ാം വാക്യം. അതിൻ്റെ ജ്യോതിസ് ഏറ്റവും വലിയ വിലയേറിയ രക്തത്തിന് തുല്യമായി, ഏറ്റവും വിലയേറിയ ശോഭയുള്ള രക്തം നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ട്? സൂര്യകാന്തം പോലെ ആയിരുന്നു. പിന്നെ സൂര്യകാന്തം കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ഉണ്ടോ? ഇല്ല, എന്നാ കാണാൻ പോകുന്നേ ഉള്ളൂ. സ്തോത്രം. പിന്നെ അതിന് പൊക്കമുള്ള വൻമതിലും 12 ഗോപുരവും ഗോപുരങ്ങളിൽ 12 ദൂതന്മാരും ഉണ്ട്. 12 വാച്ച്മാൻമാർ. ഇസ്രായേൽ മക്കളുടെ 12 ഗോത്രങ്ങളുടെ പേര് എഴുതിയിട്ടുമുണ്ട്. കിഴക്ക് 3 ഗോപുരം. ഇതിന്റെ അളവുകളൊക്കെ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ നിങ്ങളിത് വീട്ടിൽ ചെന്ന് വായിക്കണം. തീർച്ചയായിട്ടും വായിച്ചിരിക്കണം. എല്ലാ ദിവസവും എടുത്ത് വായിച്ചതല്ല, കാര്യം നമ്മൾ അങ്ങോട്ടാണല്ലോ പോകുന്നത്. സ്തോത്രം.
നഗരമതിലിൻ്റെ 19 വാക്യം, അടിസ്ഥാനങ്ങൾ സകല രത്നവും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ഓ, ഇത്ര ബ്യൂട്ടിഫുൾ അല്ലേ? സ്തോത്രം. പിന്നെ ആ രത്നങ്ങളുടെ പേരവിടെ പറഞ്ഞിട്ടുണ്ട്. ഒന്നാം അടിസ്ഥാനം അത് വായിക്കണ്ട, വായിച്ചാൽ മനസ്സിലാകത്തില്ല, അതുകൊണ്ട് വായിക്കണ്ട. 21 വാക്യം, 12 ഗോപുരവും 12 മുത്ത്. ചെറിയ മുത്തല്ല, വലിയ മുത്ത. 12 ഗോപുരവും 12 മുത്ത് കൊണ്ടാണ്. ശരിക്കും അങ്ങോട്ട് മനസ്സിലാകില്ലെന്ന് ഒരു പണ്ട് മാനസ സരസിൽ നിന്നൊരു അരയന്നം ഭൂമിയിൽ പറന്നു വന്ന ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. മാനസ സരസ് എന്ന് കേട്ടിട്ടുണ്ടോ? അപ്പോൾ ഈ അരയന്നം ഭൂമിയിൽ വന്ന് ഇപ്പോൾ കൊക്കുകൾ ചോദിച്ചു, താങ്കൾ എവിടുന്നാണ് വരുന്നത്? അപ്പോൾ അരയന്നം പറഞ്ഞു, ഞാൻ മാനസ സരസിൽ നിന്ന് വരിക. അവിടെ എന്തുണ്ട്? അവിടെ സുവർണ്ണ നദികളുണ്ട്, അപ്സരസുകളുണ്ട്, ഇങ്ങനെ പലതും പറഞ്ഞു. ഇതൊന്നും ഈ കൊക്കിന് മനസ്സിലായില്ല. കൊക്കി ചോദിച്ചു, ആട്ടെ അവിടെ ഞണ്ടുണ്ടോ എന്ന് ചോദിച്ചു. കാര്യം ഈ കൊക്കിന് വന്നിട്ടും പോയിട്ടും ഈ ഞണ്ടിനെ മാത്രമേ അറിയത്തുള്ളൂ. ഈ ചിലരൊക്കെ ഇരിക്കുന്നുണ്ടായി ഞണ്ടിൻ്റെ പരുവത്തിൽ ഇങ്ങനെ. ഇതൊക്കെ പറയുമ്പോൾ വെടിപൊട്ടുന്നവർ അല്ലരിയ പറയണ്ടേ. എത്ര മനോഹരമായ ഒരു സ്ഥലമാണ് ദൈവം നമുക്ക് വേണ്ടി. ഓ ഹല്ലേലൂയ, സ്തോത്രം. ആ മനോഹര ദേശത്താണ് ദൈവം നമ്മെ പാർപ്പിക്കുവാൻ പോകുന്നത്. അതാണ് മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരമെന്ന് എഴുതിയിരിക്കുന്നത്. ആ സ്ഥലമാണ് കർത്താവ് നമുക്ക് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പം ആ ചിന്ത നമ്മുടെ മനസ്സിൽ വരുമ്പോൾ നമ്മുടെ കലക്കം മാറും. പ്രൈസ് ദി ലോർഡ്. ആ മനോഹര ദേശത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഇനി അതിൻ്റെ റോഡുകൾ തിരുവനന്തപുരത്തെ റോഡുകൾ പോലെയാണെന്ന് നോക്കി. 22 വാക്യം, മന്ദിരമതിൽ കണ്ടില്ല, സർവശക്തിയുള്ള ദൈവമായ കർത്താവ് കുഞ്ഞാടുവതിൻ്റെ മന്ദിരമാകുന്നു. നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല. അപ്പൊ ചൂട് ഒരുപാട് കുറയും. ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിക്കുക. കുഞ്ഞാട് അതിന്റെ വിളക്കാകുന്നു. കുഞ്ഞാട് അതിന്റെ വിളക്കാവും. സ്തോത്രം. പിന്നെ അതിന്റെ വെളിച്ചത്തിൽ നടക്കും. 21 വാക്യം, അതിന്റെ നഗരത്തിന്റെ വീതി സ്വച്ഛ സ്ഫടികത്തിന് തുല്യമായ തങ്കവുമായിരുന്നു. ഹല്ലേലൂയ. പക്ഷെ ഈ നഗരത്തിലേക്ക് പോകണമെങ്കിലുണ്ടല്ലോ നമുക്കൊരു രൂപാന്തരം സംഭവിക്കണം. ഫിലിപ്പിയ ലേഖനം 3 അധ്യായത്തിന്റെ 21 വാക്യത്തിൽ പറയുന്നത്, നമ്മുടെ പൗരത്വമോ കാനഡയിലാകുന്നു. എന്താണോ? സ്വർഗത്തിലാകും. സ്വർഗത്തിൽ പൗരത്വമുള്ള എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായ യേശുക്രിസ്തു വന്നില്ലേ? എന്താ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? ആശയക്കുഴപ്പം. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു. ഓക്കെ, അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരും. നാം കാത്തിരിക്കും. അപ്പൊ എന്താ ആ രക്ഷിതാവ് എന്ന് പറയുന്നത്? യേശുക്രിസ്തു രക്ഷിതാവായി വന്നതുകൊണ്ടല്ലേ നാം രക്ഷിക്കപ്പെട്ടത്? പിന്നെ രക്ഷിതാവായി വരുമെന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? അതിന്റെ എക്സ്പ്ലനേഷൻ താഴത്തെ വാക്യത്തിലുണ്ട്. താഴത്തെ വാക്യം വായിച്ചേ. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തിന്റെ രക്ഷിതാവായ യേശുക്രിസ്തു വരുവാൻ പോകുന്നു. നമ്മുടെ താഴ്ചയുള്ള ഈ ശരീരത്തെ, POC ബൈബിൾ പറഞ്ഞിരിക്കുന്നത്, ദുർബലമായ ശരീരത്തെ, നീചമായ ശരീരത്തെ, നിന്ദ്യമായ ശരീരത്തെ, തേജസ്സില്ലാത്ത ശരീരത്തെ, ക്യാൻസറുള്ള ശരീരത്തെ, ഡയബറ്റീസും പ്രഷറുമുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുവെന്ന് ഉറപ്പുള്ളവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. അങ്ങനെ രൂപാന്തരം പ്രാപിച്ചെങ്കിൽ മാത്രമേ നമ്മൾ ആ വിശുദ്ധ നഗരത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയൂ. ഇത് കർത്താവിൻ്റെ വരവെങ്കിൽ സംഭവിക്കാൻ പോകും. നമ്മൾ വായിക്കുന്നു, തെസ്സലോനിക്കർ 4 വായിക്കുന്നുണ്ട്. സ്തോത്രം. എങ്ങനെയാ? മരിച്ചവർ ഉയർക്കും, ജീവനോടെ ശേഷിക്കുന്നവർ രൂപാന്തരപ്പെടും, കണ്ണിമയ്ക്കുന്നതിനിടയിൽ രൂപാന്തരപ്പെടും. ഹല്ലേലൂയ.
ഇത് കർത്താവിൻ്റെ പദ്ധതിയാണ്. ദൈവം ഈ പദ്ധതികളെല്ലാം അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് വരുവാൻ അതിൻ്റെ ദിവസങ്ങളെല്ലാം അടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഭയങ്കര പ്രീ പ്ലാൻഡാണ് കേട്ടോ ദൈവമക്കളെ. എവ്രിതിങ് ഈസ് പ്രീ പ്ലാൻ. എല്ലാം ദൈവം ഒരുക്കി വെച്ചിരിക്കുക. ഒരു കൺഫ്യൂഷനുമില്ല. നമ്മൾ പറയും ആകെ മൊത്തം ടോട്ടൽ കൺഫ്യൂഷൻ. പക്ഷെ ദൈവത്തിന് ഒരു കൺഫ്യൂഷനുമില്ല. ഹീ ഹാസ് പ്രിപ്പയർഡ് എവ്രിതിങ്. ഹല്ലേലൂയ. നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവിൻ്റെ വരവെങ്കിലാണ് ഇത് സംഭവിക്കുവാൻ പോകുന്നത്. നമ്മുടെ ഈ ശരീരത്തിനൊരു രൂപാന്തരം സംഭവിക്കും. ഹല്ലേലൂയ. കർത്താവിൻ്റെ വരങ്ങളും എടുക്കപ്പെട്ടും. അപ്പോൾ ഇതാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങളുടെ കലക്കം മാറണമെങ്കിൽ നമ്പർ 1 കലക്കത്തിൻ്റെ മറുമരുന്ന് എന്താണ്? കർത്താവിൻ്റെ വരവിനെ പറ്റി ചിന്തിക്കണം. ആമേൻ. ചിന്തിച്ചാൽ ഒരു അന്തവുമില്ല, ചിന്തിച്ചില്ല ഒരു കുന്തവും ഇല്ലെന്ന് ആരുണ്ട് പറഞ്ഞു പോകും. പല ദൈവമക്കളും ഞാൻ ഇതൊന്നും വായിക്കുകയോ ചിന്തിക്കുകയോ ധ്യാനിക്കുകയോ ചെയ്യാറില്ല. കഴിഞ്ഞ പല കാര്യങ്ങളൊക്കെ പോട്ടെ, ഇനി വരുവാനുള്ള ഈ സൗഭാഗ്യകരമായ ദൈവമക്കളുടെ ആ അവസ്ഥ ഓർത്ത് നാം എന്നും ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അതൊക്കെ ധ്യാനിക്കുമ്പോഴാണ് നമുക്കൊരു പുതുക്കം ഉണ്ടാകുക. നമ്മുടെ മനസ്സ് പുതുക്കും, കലക്കങ്ങളൊക്കെ മാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാനിപ്പോൾ ഇവിടെ ഒരു ഭവനത്തിൽ പോയി ആ പിതാവിൻ്റെ എന്നോട് കൂടെ ട്രാക്ടറുകൾ കൊടുക്കാനും ഒക്കെ ഒരുപാട് പണ്ടൊക്കെ ഞാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ ഞാൻ ചിന്തിച്ചു, ഈ താഴ്ചയുള്ള ശരീരം രൂപാന്തരപ്പെടുമല്ലോ എന്ന് ഓർത്തി ആ ദൈവത്തിന് സ്തോത്രം ചെയ്തു. കർത്താവിൻ്റെ വരവ് വരെ ജീവനോടെ ഇരുന്നാൽ യേശുവിൻ്റെ വരവെങ്കിൽ കാഹളം ധ്വനിക്കുമ്പോൾ അവൻ രൂപാന്തരം സംഭവിച്ച് ഒരു പുഴു എങ്ങനെ, ഈ പൂമ്പാറ്റ എങ്ങനെ ഉണ്ടാകും നിങ്ങൾക്കറിയാവോ? ഈ പൂമ്പാറ്റ എങ്ങനെയാ? ഈ പൂമ്പാറ്റ ആരായിരുന്നു? ഒരു കാലത്ത് ഇതൊരു പുഴുവൻ, കാറ്റർപില്ലർ. ആ കാറ്റർപില്ലർ എന്ത് ചെയ്തു? അതൊക്കെ ഇങ്ങനെ വളരെ സ്ലോയിൽ ഇങ്ങനെ ഇഴഞ്ഞ് ഭൂമി കൂടെ നടക്കുമ്പോൾ ഈ കാറ്റർപില്ലർ മുകളിലോട്ട് നോക്കിയിട്ടുണ്ട്, ദൈവമേ എനിക്കെന്തെങ്കിലും ഒന്ന് പറക്കാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിച്ച് കാണും. ഈ നീലാകാശത്തിൽ ഒരുപാട് പക്ഷികളൊക്കെ ഇങ്ങനെ പറക്കുമ്പോൾ ഈ കാറ്റർപില്ലറും ചിന്തിച്ച് കാണും, എനിക്കെന്തെങ്കിലും ഒന്ന് പറക്കാൻ പറ്റുമോ. ഒരു ദിവസം സ്വയം വരിഞ്ഞുണ്ടാക്കിയൊരു കൊക്കൂടിനകത്ത് കയറി 21 ദിവസം ഉപവാസ പ്രാർത്ഥനയാണ്. 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ അകത്തേക്ക് പോയ പുഴു പൂമ്പാറ്റയായിട്ടാണ് വെളിയിലേക്ക് വരുന്നത്. നീലാകാശത്തിൽ പറന്നു കിടക്കുകയാണ്. ഇതുപോലെയാണ് ദൈവമക്കളെ നമുക്ക് രൂപാന്തരം സംഭവിക്കുവാൻ പോകുകയാണ്. അനേക ദൈവമക്കൾ ഇന്ന് ഇപ്പോൾ പാഷാൻ പറഞ്ഞല്ലോ, ഒരുപാട് പ്രശ്നങ്ങൾ UP-യിലും അവിടെ ഇവിടെയൊക്കെ ഉണ്ടാകുന്നു. എനിക്കത് കേൾക്കുമ്പോൾ സന്തോഷമാണ്. കാരണം അറിയോ, നമ്മൾ ഇവിടേക്കെത്തുകാരല്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പറന്നു പോകും. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു മനോഹരമായ ഭൂമിയുണ്ട്, ആകാശമുണ്ട്, നഗരമുണ്ട്. അതോർത്ത് നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അല്ലാതെ നമ്മൾ ദുഃഖിക്കേണ്ടവരല്ല. ലോകത്തിനത് നൽകുവാൻ കഴിയത്തില്ല. പക്ഷെ കർത്താവ് അതാണ് നമുക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുക. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത് കർത്താവ് പറഞ്ഞത്, നിങ്ങളുടെ മനസ്സ് കലങ്ങാതിരിക്കേണ്ട രണ്ടാമത്തെ പ്രോമിസ് 14-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം. ഞാൻ വേഗം റെഫറൻസ് മാത്രം പറഞ്ഞ് എൻ്റെ പ്രസംഗം നിർത്താൻ പോവുക. 14-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം വായിച്ചാണ്. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുക. യേശു ശിഷ്യന്മാരോട് ഇരുന്നപ്പോൾ ഒരുപാട് അത്ഭുത പ്രവൃത്തികൾ ഒക്കെ ചെയ്തു. അപ്പം ഇവർ ചിന്തിച്ചു, ഇനി കർത്താവ് പോയാൽ എങ്ങനെ ഇതൊക്കെ ചെയ്യും? പക്ഷെ കർത്താവിനോട് പറഞ്ഞു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്ന നിങ്ങളും ചെയ്യുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദ പ്രോമിസ് ഓഫ് മിറക്കിൾ. അത്ഭുതങ്ങൾ നിന്ന് പോയിട്ടില്ല കേട്ടോ. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കരുത്. അത്ഭുതങ്ങൾ ഇനിയുമുണ്ട്. ഒരുപാട് അത്ഭുതങ്ങൾ ശിഷ്യന്മാരിലൂടെ കർത്താവ് ചെയ്തു. അവർ ചിന്തിച്ചു, അവിടെ മനസ്സ് കലങ്ങി, ഇനി ആരത്ഭുതം ചെയ്യും? കർത്താവ് പോവുകയാണല്ലോ. കർത്താവ് പറഞ്ഞു, നോ നോ നോ, യു ആർ ഗോയിങ് ടു ഡു ഇറ്റ്. എത്ര പേർക്ക് റെഡി? ഹൗ മെനി ഓഫ് യു ആർ റെഡി? യു വാണ്ട് ടു, ഗോഡ് വാണ്ട്സ് ടു ഡു എ മിറക്കിൾ ത്രൂ യു. പറഞ്ഞേ, കർത്താവ് എന്നിലൂടെ ഒരു മിറക്കിൾ ചെയ്യണമേ, എന്നിലൂടെ ഒരു മിറക്കിൾ ചെയ്യണമെന്ന് പറയൂ. ആൻഡ് ഗോഡ് ഈസ് ഗോയിങ് ടു ഡു ഇറ്റ് ഫോർ ത്രൂ യു. ആമേൻ. അപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ മനസ്സ് കലങ്ങരുത്, യു ആർ ഗോയിങ് ടു ഡു മിറക്കിൾസ്. മൂന്നാമത് കർത്താവ് പറഞ്ഞു 13-ാം വാക്യം വേഗം വായിച്ചാൽ, നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. മൂന്നാമത്തെ പ്രോമിസ് കർത്താവ് പറഞ്ഞു, യുവർ പ്രേയർ വിൽ ബി ആൻസേർഡ്. വാട്ട് എവർ യു ആസ്ക് ഇൻ മൈ നെയിം. അവർ വിചാരിച്ചു, ഇനി കർത്താവ് പോയി കഴിഞ്ഞാൽ ആരോട് പ്രാർത്ഥിക്കും, എങ്ങനെ പ്രാർത്ഥിക്കും? കൺഫ്യൂസ്. അപ്പോൾ കർത്താവ് പറഞ്ഞു, നോ,
whatever you ask in my name, I am going to answer your prayers. കലക്കം പോയോ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ദൈവമക്കളെ സ്തോത്രം. നാലാമത് കർത്താവ് പറഞ്ഞു, നാലാമത്തെ വാഗ്ദത്തം 16-ാം വാക്യം, ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന ഞാൻ പോവുകയാണെങ്കിൽ എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിന് സത്യത്തിന്റെ ആത്മാവിനെ തരും. പിന്നെ എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിന് ഒരു കംഫർട്ടറിനെ തരും, കാര്യസ്ഥനെ തരും. പ്രൈസ് ദി ലോർഡ്. പ്രാപിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. എപ്പോഴും ഒരു കംഫർട്ട്, എപ്പോഴും ആമേൻ നമ്മളോട് കൂടെ ഇരിക്കുന്ന പരിശുദ്ധാത്മാവുണ്ട്. ഹല്ലേലൂയ. നോ, ഡോണ്ട് ലെറ്റ് യുവർ ഹാർട്ട് ബി ട്രബിൾ. മനസ്സ് കലങ്ങരുത്. പരിശുദ്ധാത്മാവുണ്ട്. നമ്മെ എപ്പോഴും നമ്മോട് കൂടെ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദത്തം. സ്തോത്രം. അഞ്ചാമത്തെ വാഗ്ദത്തം 18-19 വാക്യത്തിൽ, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. പിന്നെ ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. കുറഞ്ഞോന്ന് കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും. അടുത്ത്, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. ഓ, വാട്ട് എ വണ്ടർഫുൾ പ്രോമിസ് അല്ലേ? എങ്ങനെ ജീവിക്കും? ചിലർ ചോദിക്കും. ഇന്ന് ചിലർ ജീവിക്കാൻ വേണ്ടി മരിക്കാനും തയ്യാറായിട്ട് നടക്കുക. കർത്താവ് പറഞ്ഞു, ഞാൻ ജീവിക്കുന്നതുകൊണ്ട് നിങ്ങളും ജീവിക്കും. പിശാചിനോട് ചോദിക്കുക, നീ എങ്ങനെ ജീവിക്കും? നീ ജോലി വിട്ടാൽ എങ്ങനെ ജീവിക്കും? നിനക്ക് മക്കളോട് അവരെ എങ്ങനെ പഠിപ്പിക്കും? എന്തു ചെയ്യും? ഭാവിയെ ഒക്കെ ചൂണ്ടിക്കാണിച്ച് പേടിപ്പെടുത്തുമ്പോൾ അവരോട് പറയണം, അവൻ്റെ മുഖത്ത് നോക്കി പറയണം, എൻ്റെ കർത്താവ് ജീവിക്കുന്നതോട് ഞാനും ജീവിക്കും. എന്നെ യേശു ജീവിക്കുന്നതായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കും. ലോകത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക്, ഇപ്പം നമ്മുടെ നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഞാൻ ജീവിക്കുന്നത് നിങ്ങൾ ജീവിക്കുന്ന ഒരു വാഗ്ദത്തം തരാൻ പറ്റുമോ? കാര്യം കുറേ വർഷം അദ്ദേഹം വിൽ ബി നോ മോർ. ലോകത്തിൽ ഏത് വാഗ്ദത്തം തരുന്നവർക്കും ആ വാഗ്ദത്തിനൊരു പരിധിയുണ്ടെന്നാൽ നമ്മുടെ കർത്താവ് എന്നേക്കും ജീവിക്കുന്നത് കൊണ്ട് നമുക്കെന്നും ജീവിക്കുവാൻ ഒരൊറ്റ വാഗ്ദത്തം മതി. സ്തോത്രം. അപ്പോൾ അത് നമ്മുടെ ഡെയിലി ലിവിങ്ങിൽ, നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടിയതെല്ലാം പത്രോസ് പറയുന്നു, നമുക്ക് ദാനം ചെയ്തിരിക്കുക. അതിനെക്കുറിച്ചൊന്നും അറിയരുത് കേട്ടോ. ഒരുപാട് ഞാൻ എങ്ങനെ ജീവിക്കുമെന്ന് ചിന്തിക്കരുത്. നമ്മുടെ കർത്താവ് ജീവിക്കുന്നിടത്തോളം അവൻ നമ്മെ പുലർത്തും. ഹല്ലേലൂയ. സ്തോത്രം. ആറാമത്തെ വാഗ്ദത്തം, അതിൻ്റെ 26-ാം വാക്യത്തിൽ, പിതാവിന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരും. കർത്താവ് കൂടെ ഇരുന്നപ്പോൾ സകല ഉപദേശവും നൽകി. ഈ പരിശുദ്ധാത്മാവിനെ തരുന്നത് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. പരിശുദ്ധാത്മാവിൻ്റെ നമുക്ക് ഉപദേശം തരും. ഒരു GPS നമ്മളെ എങ്ങനെയാണ് കൊണ്ടുപോകുന്ന പോലെ, പക്ഷെ നമ്മളതിന് വഴങ്ങണം. അതുപോലെ തിരിച്ചൊക്കെ പോകണം. പലരും ആത്മാവിൻ്റെ നിയോഗം അനുസരിക്കാത്തത് കൊണ്ടാണ് പല കുഴപ്പത്തിൽ ചെന്ന് ചാടും. അപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് സകല ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞൊക്കെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. ആറാമത്തെ വാഗ്ദത്തം. ഏഴാമത്തെ വാഗ്ദത്തം 27-ാം വാക്യം, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകും. ഒരാളൊരിക്കൽ പറഞ്ഞു, യേശു അങ്ങനെ പറയാൻ കാരണം യേശുവിന് വേറെ ഒന്നും കൊടുക്കാനില്ലായിരുന്നു, ഒരു ഉടങ്കൊല്ലി സൈക്കിൾ പോലും ഇല്ലായിരുന്നു യേശുവിന് കൊടുത്തേച്ചു പോകാൻ. അതുകൊണ്ടാണ് പറഞ്ഞു, എൻ്റെ സമാധാനം ദാ പിടിച്ചു. നിങ്ങൾ യേശുവിനെ എപ്പോഴെങ്കിലും സമാധാനം നഷ്ടപ്പെട്ടവനായി കാണുന്നുണ്ടോ? ഉണ്ടോ? ഞാൻ എൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, ലോകത്തിൽ ആരോടും ഒരിക്കലും സോറി പറയാത്ത മനുഷ്യ യേശു ക്രിസ്തു. സ്വത്രം. ലാസർ മരിച്ച് 4 ദിവസം വന്ന് കഴിഞ്ഞ് നമ്മളാണെങ്കിൽ സോറി. He never said sorry to anybody. കാര്യം എന്താണെന്നറിയോ? എല്ലാം അതിൻ്റെ റൈറ്റ് ടൈമിൽ കർത്താവ് ചെയ്തിട്ടുണ്ട്. He made no mistakes. He never said sorry to anybody. Hallelujah. യേശു പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഇന്ന് ലോകത്തിൽ ഏതെങ്കിലും ഒരു മത നേതാവിനോ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു നേതാവിനോ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? പിണറായി വിജയന് പറയാൻ പറ്റും, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരും. ലോകത്തിലെ ഏതെങ്കിലും ഇപ്പം അമേരിക്കയുടെ പ്രസിഡന്റിന് പറയാൻ പറ്റുമോ? സ്വത്രം. എന്നാൽ യേശു പറയുന്നു,
എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരും. പിന്നെ എടുത്തു പറഞ്ഞെന്താ? ലോകം തരുന്നത് പോലെയല്ല. സ്തോത്രം. പിന്നെ ലോകത്തിന് തരുന്നത് ലോകം എടുക്കും, എന്നാൽ യേശു തരുന്ന സമാധാനത്തെ എടുക്കുവാൻ ലോകത്തിന് കഴിയത്തില്ല. ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയം, നമ്മുടെ ഹൃദയത്തിൽ എത്ര പേരുടെ ഹൃദയം സമാധാനമുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദാവീദ് പറഞ്ഞു, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയലോഹ്യവേ എന്നെ നിർഭയമായിരിക്കണം നമ്മൾ ദൈവമക്കളെ. ഹല്ലേലൂയ. വാട്ട് എവർ മേ ഹാപ്പൻ ഇൻ ദിസ് വേൾഡ്. ഒരിക്കലൊരു പക്ഷി ഒരു മരത്തിൽ ഇരുന്ന് പാടുകയാണ്. വളരെ വളരെ സന്തോഷമായ പാട്ടുപാടുക. ഒരു മലവേടൻ വന്ന് ഈ മരം വെട്ടുകയാണ്. ഇനി ഏതാനും വെട്ടുകൾ കൂടെ കഴിയുമ്പോൾ ഈ മരം വീഴും. അപ്പോൾ ഒരു കവി ആ പക്ഷിയോട് ചോദിക്കുക, പക്ഷി, നീ ഈ മരത്തിൽ ഇങ്ങനെ പാടിക്കൊണ്ടൊക്കെ ഇരിക്കുന്നു, ഏതാനും വെട്ടുകൾ കൂടെ കഴിയുമ്പോൾ ഈ മരം വീഴും, അപ്പോൾ നീ എന്തു ചെയ്യും? ഉടനെ പക്ഷി പറഞ്ഞു, മരം വീണാലും എനിക്കൊരു പ്രശ്നമില്ല, എനിക്ക് 2 ചിറകുണ്ട്, ഞാൻ പറന്നു പോകും. ആ പ്രത്യാശയുള്ള എത്ര പേര് ഇവിടെ ഉണ്ട്? പ്രൈസ് ദി ലോർഡ്. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല. നിങ്ങളുടെ ഹൃദയം, വീണ്ടും എടുത്തു പറയുന്നു ആ വാക്യത്തെ, താഴെ വായിക്കുന്നത് എന്താ? നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കേമരുത്. പ്രൈസ് ദി ലോർഡ്. ഈ 7 വിലയേറിയ വാഗ്ദത്തങ്ങളാണ് കലക്കത്തിന് മറുമരുന്നായിട്ട് കർത്താവ് തൻ്റെ ശിഷ്യന്മാർ. ഞാൻ ഈ ഭാഗം വായിച്ച് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് ഇന്ന് നമുക്ക് ഏറ്റവും ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഈ 7 പ്രോമിസ് നമുക്കുണ്ടെങ്കിൽ കലങ്ങേണ്ട ആവശ്യമേ ഇല്ല. നമ്പർ 1, ഒന്നുകൂടെ ഒന്ന് റീക്യാപ്പ് ചെയ്യാം. ഒന്ന് കർത്താവ് പറഞ്ഞു, ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കും, ആ വിശുദ്ധ നഗരത്തിനായി. സ്തോത്രം. 2, കർത്താവ് പറഞ്ഞു, ഞാൻ ചെയ്ത അത്ഭുതങ്ങൾ നിങ്ങളും ചെയ്യും, അതിനായി സഭയെ നിങ്ങളെ കൂട്ടി വരുത്തിയിരിക്കുന്നത്. അല്ല, എന്നും ഇവിടെ ഒന്ന് കൊത്തി തിന്നുകൊണ്ട് പോകാനല്ല. യു ഹാവ് ടു ഡു സർട്ടൻ തിങ്സ് ഫോർ ദ മിറക്കിൾ. 3ാമത് കർത്താവ് പറഞ്ഞു, യുവർ പ്രേയർ വിൽ ബി ആൻസർഡ്. 4ാമത് കർത്താവ് പറഞ്ഞു, ഐ വിൽ സെൻഡ് ദ ഹോളി സ്പിരിറ്റ്. ആ ഹോളി സ്പിരിറ്റ് എന്ത് ചെയ്യും? എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. 5ാമത് കർത്താവ് പറഞ്ഞു, ബിക്കോസ് ഐ ലീവ് യു വിൽ ഓൾസോ ലീവ്. ഹല്ലേലൂയ. 6ാമത് കർത്താവ് പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരും, കരം പിടിച്ച് നമ്മളെ നടത്തും. 7ാമത് കർത്താവ് പറഞ്ഞു, സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരും. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം ദൈവസന്നിധാനത്തിൽ. ആരുടെയെങ്കിലും മനസ്സ് കലങ്ങുന്നുണ്ടോ? പതറി. ഇന്ന് രാവിലെ ഇവിടെ വന്ന് ആരെങ്കിലും നിങ്ങളുടെ ഭാവിയെ ഓർത്തോ, കുഞ്ഞുങ്ങളുടെ ഭാവിയെ ഓർത്തോ, നിങ്ങളുടെ ജോലി ഓർത്തോ, എന്തിനെങ്കിലും ഓർത്ത് നിങ്ങളുടെ മനസ്സ് കലങ്ങിയെങ്കിൽ ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു ചെല്ലുവാൻ, മനസ്സിലേക്ക് പ്രവേശിക്കുവാൻ മനസ്സിനെ തുറക്കുക. നെഗറ്റീവായിട്ട് ഇനി നിങ്ങൾ സംസാരിക്കരുത്, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയരുത്, പോസിറ്റീവായിട്ട് പറയണം. ഞാൻ ജീവിക്കുന്നതുകൊണ്ട് നിങ്ങളും ജീവിക്കുമെന്ന് കർത്താവ് പറഞ്ഞ ആ വിലയേറിയ വാഗ്ദത്തം ഒരിക്കലും മറന്നുപോകും. പിശാച് നിങ്ങളെ കലക്കാൻ ശ്രമിക്കും, പിശാച് വചനം എടുത്തു കളയാൻ ശ്രമിക്കും. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിക്കാം. വായ തുറന്ന് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. കലക്കം മാറട്ടെ, എല്ലാവരുടെയും കലക്കം മാറട്ടെ. രോഗമൊരു പക്ഷെ നിങ്ങൾക്കുണ്ടാകാം. എൻ്റെ ഭാര്യ അടിക്കടിക്ക് പറയും പലവിധ വേദനകളൊക്കെ. ഞാൻ എല്ലാം മാറാൻ പോവുകയാണ് കർത്താവ് വരുമ്പോൾ. കർത്താവ് വേഗം വരുന്നു, രോഗമെല്ലാം മാറും. ഡയബറ്റീസ് പോകും, പ്രഷർ പോകും, ക്യാൻസർ പോകും, എവരിതിങ് വിൽ ഗോ. ആൻഡ് നമ്മൾക്ക് തേജസ്സുള്ള ശരീരം കർത്താവ് വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ്. ഓ, നമ്മളെത്ര അനുഗ്രഹിക്കപ്പെട്ടവരാ ദൈവമക്കളെ. ഒരു നിമിഷം ദൈവം എഴുന്നേറ്റ് നാട്ട് എല്ലാവരും ദൈവം എഴുന്നേറ്റ് ഒന്ന് സമർപ്പിച്ചാട്ടി വചനത്തിന് മുൻപാകെ. കലങ്ങുന്നുണ്ടോ? സാത്താൻ നിങ്ങളുടെ മനസ്സിനെ കലക്കാൻ ശ്രമിക്കും. യെസ്, ഐ നോ. ഞാൻ രക്ഷിക്കപ്പെട്ട് 57 വർഷമായി. മനസ്സിലായി? 57 വർഷം. സാത്താൻ വന്ന് ഈ ചെവി കൂടെ വചനം കേൾക്കുമ്പോൾ ഈ ചെവി കൂടെ കർത്താവ് സാത്താൻ വന്ന് പറയും, എന്തൊക്കെ പറഞ്ഞാലും എന്ന് പറയും. ആമേൻ. എന്ത് ചെയ്യണം? സാത്താനെ ഗെറ്റ് ബിഹൈൻഡ് മീ എന്ന് പറയണം. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കലങ്ങരുത്. ഞാൻ കലങ്ങത്തില്ല. എത്ര പേര് തീരുമാനിക്കും? എനിക്ക് ഇത്രയും വലിയേറിയ വാഗ്ദത്തങ്ങൾ ഉള്ളപ്പോൾ ഞാൻ കലങ്ങത്തില്ല. പറഞ്ഞേ സ്തോത്രം. ഐ വിൽ നോട്ട് ബി ട്രബിൾഡ്. ഐ വിൽ നോട്ട്.
എന്ത് സംഭവിച്ചാലും ഞാൻ കലങ്ങത്തില്ല. എന്ത് സംഭവിച്ചാലും ഓ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിച്ച് ഈ കേട്ട വചനങ്ങൾ അയവിറക്കിക്കോണം വീട്ടിൽ ചെന്ന്, കേട്ടോ? സ്തോത്രം. ഞാനിനി വന്നു വരത്തില്ല. സ്തോത്രം. ഇനി നമ്മൾ തമ്മിൽ കണ്ടു എന്ന് വരത്തില്ല. ബട്ട് ഡോണ്ട് ഫർഗെറ്റ് മൈ വേർഡ്. ദൈവത്തിൻ്റെ വചനം നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ഇന്ന് കേട്ട ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സന്ദേശം മറ്റു ചിലർ കൂടി ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിത് അനുഗ്രഹമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ അത് കാരണമായി തീരും. ഗോഡ് ബ്ലെസ് യു.